മംഗഫിലെ അഗ്നിബാധയിൽ മരിച്ചവരുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുവൈറ്റ്. $15,000 അഥവാ 12.5 ലക്ഷത്തോളം രൂപ വീതമാണ് ഓരോരുത്തരുടെയും കുടുംബത്തിന് നൽകുക. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുരേഷ്, ഇതിപ്പോൾ 12.5 ലക്ഷത്തോളം എന്നുള്ള വലിയ വാഗ്ദാനം അത് കുവൈറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് പറയുന്നത് കുടുംബങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്നതാണ്. എങ്ങനെയാണ് ഈ തുക കൈമാറുക? എപ്പോഴായിരിക്കും? കൂടുതൽ വിവരങ്ങൾ. കഴിഞ്ഞ ബുധനാഴ്ചയുണ്ടായ അഗ്നിബാധയിൽ മംഗഫിലുണ്ടായ അഗ്നിബാധയിൽ മലയാളികളടക്കം 50ഓളം പേരാണ് മരിച്ചത്. ഈ 50 പേരുടെ കുടുംബാംഗങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുമെന്ന് അന്ന് തന്നെ കുവൈറ്റ് അമീർ പ്രഖ്യാപിച്ചിരുന്നു. ആ സാമ്പത്തിക സഹായം എത്രയാണെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഓരോ കുടുംബത്തിനും ഇന്ത്യൻ രൂപയിലേക്ക് നോക്കിയാൽ ഏതാണ്ട് 12.5 ലക്ഷത്തോളം രൂപ. കുവൈറ്റി ദിനാർ 5000 കുവൈറ്റി ദിനാറാണ് നൽകുക. ഏതാണ്ട് 15,000-ഓളം ഡോളർ വരും. ഡോളറിലേക്ക് കണക്ക് കൂട്ടിയാൽ അങ്ങനെ 12.5 ലക്ഷത്തോളം ഇന്ത്യൻ രൂപയാണ് ഈ കുടുംബങ്ങൾക്ക് നൽകുക എന്നാണ് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പ്രാദേശിക അറബ് മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് നൽകുകയും ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ ഇന്ത്യൻ എംബസി വഴിയായിരിക്കും സാമ്പത്തിക സഹായം നൽകുക എന്ന് വ്യക്തമാകുന്നുണ്ട്. കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദത്തിന്റെയും ഒക്കെ സഹായത്തിന്റെയും ഒക്കെ കാര്യമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ എംബസി, കുവൈറ്റിലെ ഇന്ത്യൻ എംബസി വഴിയായിരിക്കും ഈ സാമ്പത്തിക സഹായം കുവൈറ്റ് കൈമാറുക. അങ്ങനെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വഴിയായിരിക്കും ഇന്ത്യയിലുള്ള കുടുംബാംഗങ്ങൾക്ക്. തീർച്ചയായും സുരേഷ്, അതിനോടൊപ്പം തന്നെ ഈ ചികിത്സയിലുള്ളവരുടെ സാഹചര്യം എങ്ങനെയാണ്? അവർ പലരും ചികിത്സയിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. അവിടെ തന്നെയാണ്. ഇവരുടെയൊക്കെ ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയുണ്ട്? ഇവർക്കൊക്കെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള സഹായം അതുൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ കാര്യത്തിലും ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. കാരണം കൂടുതൽ ഇന്ത്യക്കാർ ആശുപത്രി വിട്ടിരിക്കുന്നു, മലയാളികൾ ആശുപത്രി വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആകെ 19 പേർ മാത്രമാണ് ഇപ്പോൾ വിവിധ ആശുപത്രികളിലായി കഴിയുന്നത്, 4 ആശുപത്രികളിലായി കഴിയുന്നത്. ആ 19 പേരിൽ 9 പേർ മാത്രമാണ് മലയാളികളായി ഇപ്പോൾ ഉള്ളതെന്നാണ് വ്യക്തമാക്കുന്നത്. ആരും ICUവിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള തീവ്രപരിചരണ വിഭാഗങ്ങളിലോ ഒന്നും കഴിയുന്നില്ല. ഇപ്പോൾ എല്ലാവരും തന്നെ സുഖം പ്രാപിച്ച് വാർഡുകളിൽ മാത്രമാണ് മലയാളികൾ കഴിയുന്നത്. 9 പേർ കഴിയുന്നതിൽ അല്ലദാൻ ആശുപത്രിയിൽ ഒരു മലയാളി മാത്രമാണുള്ളത്. അൽ കബീർ ആശുപത്രിയിലാണ് പിന്നീട് 5 പേർ കഴിയുന്നത്. ഏതായാലും വലിയ ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഇവർ ആശുപത്രി വിടാൻ കഴിയുമെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഓർത്തോ വാർഡിലൊക്കെ ആയിട്ടാണ് ഇവർ കഴിയുന്നത്. ഏതായാലും അടുത്ത ആഴ്ച ആകുമ്പോഴേക്ക് എല്ലാവർക്കും ആശുപത്രി വിടാൻ കഴിയുന്ന സാഹചര്യമാകും ഉണ്ടാകുക എന്നാണ് പ്രതീക്ഷ. ശരി, സുരേഷ് വെള്ളിമുറ്റമാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. രീതിയിൽ മരിച്ചവരുടെ ആശ്രിതർക്കുള്ള ധനസഹായം കുവൈറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. അതോടൊപ്പം പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ ആളുകളുടെ കാര്യത്തിലും ഒരു ആശ്വാസ വാർത്തയാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്.